പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. ആശങ്കയ്ക്കൊടുവിൽ ആശ്വാസം. മൂന്ന് ടീംസ് ആയിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. स्कूटर वाला उधर रोक के കൊണ്ടുവരണതാണ് കണ്ട എടുത്തോണ്ട് ഞാൻ പൊതിഞ്ഞു കൊണ്ടുവരണതാണ് കണ്ടത്. बच्चा गुम हो गया था, मैं सुबह से कुछ भी नहीं मिला, मेरा बच्चा मिल गया. 19 മണിക്കൂർ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആശ്വാസ വാർത്ത. തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് കാണാതായ 2 വയസ്സുകാരി മേരിയെ തിരിച്ചു കിട്ടി. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഓടയ്ക്ക് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു കുഞ്ഞ്. പ്രാഥമിക പരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ല. വിശദ പരിശോധനയ്ക്കായി കുട്ടിയെ പട്ടം SAT ആശുപത്രിയിലേക്ക് മാറ്റി. ഓൾ സെയിൻസ് കോളേജിന് സമീപം ഉറങ്ങിക്കിടന്ന ബീഹാർ സ്വദേശികളുടെ മകൾ മേരിയെ ഇന്നലെ അർദ്ധരാത്രിയാണ് കാണാതായത്. ഇന്ന് വൈകിട്ട് 7:30 കണ്ടെത്തി. എങ്ങനെ ആ കുട്ടി അവിടെ എത്തി എന്നുള്ളതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള വ്യക്തത വരുത്തേണ്ടതുണ്ട്. പ്രാഥമികമായിട്ടുള്ള മെഡിക്കൽ പരിശോധനയ്ക്കും അതിനുശേഷമുള്ള ഇപ്പോൾ SATയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കുട്ടിയെ. അതിനുശേഷം മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി കഴിയൂ. കൂടുതലായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ, കാരണം നേരത്തെ അവിടെ പരിശോധന നടത്തുന്ന സമയത്ത് കുട്ടിയുടെ ശബ്ദമോ കാര്യങ്ങളൊന്നും കേട്ടിരുന്നില്ല. അങ്ങനെ ഒരു അൺകോൺഷ്യസ് ആയ ഒരു സ്റ്റേജിലായിരുന്നു കുട്ടിയെ കണ്ട് കിട്ടിയിരുന്നതും. പക്ഷേ അതിൽ കൂടുതലായിട്ടും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വിദഗ്ധമായ പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്കും വിധേയമാവേണ്ട കാര്യം. വിശദാംശങ്ങളുമായി ഹരികൃഷ്ണൻ ഇപ്പോൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം. ഹരികൃഷ്ണൻ, പോലീസിന്റെ മണിക്കൂറുകൾ നീണ്ട അന്വേഷണം ഒടുവിൽ കുട്ടിയെ കിട്ടുന്നു. വിവരങ്ങൾ എന്തൊക്കെ? 19 മണിക്കൂറുകൾക്ക് ഒടുവിലുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഈ കുട്ടിയെ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഒരു ഓടയിൽ നിന്നുമാണ് ഈ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇന്നലെ ഈ കുട്ടിയെ കാണാതായ ഈ പ്രദേശം എന്ന് പറയുന്നത് ഈ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് 300 മീറ്റർ അകലെ മാത്രമാണ്. അതിനടുത്തു തന്നെ ഈ കുട്ടിയെ ഈ 19 മണിക്കൂറുകൾക്ക് ശേഷം കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുട്ടിയെ കണ്ടെത്തിയ പോലീസുകാർ തന്നെ നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു വേരുകൾക്കിടയിൽ, അതായത് ഒരു കാട് പിടിച്ച പ്രദേശമാണ്, ഓടയിൽ നിന്നാണ്, ആ വേരുകൾക്കിടയിലാണ് ഈ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ എന്തായാലും ഇതൊരു തട്ടിക്കൊണ്ടുപോകൽ സാധ്യതയാണോ എന്നുള്ളൊരു കാര്യത്തിൽ പോലീസ് സ്ഥിരീകരിക്കുന്നില്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കടന്നു പോകാനുള്ളൊരു വിദൂര സാധ്യത പോലുമില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ആരെങ്കിലും എന്താണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് കണ്ടെത്താനുള്ള ഊർജിത അന്വേഷണത്തിലാണ് പോലീസ്. ഏതായാലും ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ്. ഈ SAT ആശുപത്രിയിൽ കുട്ടി ഇപ്പോൾ നിരീക്ഷണത്തിൽ തുടരുകയാണ്. നാളെ വരെയാണ് നിരീക്ഷണത്തിൽ തുടരാൻ ഡോക്ടർമാർ അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് ലൈംഗിക അതിക്രമങ്ങളോ അല്ലെങ്കിൽ മറ്റ് അതിക്രമങ്ങളോ ഒന്നും കുട്ടിക്ക് മേൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിർജ്ജലീകരണം അടക്കമുള്ള കാര്യങ്ങൾ കുട്ടിക്കുണ്ട്. അതിൻ്റെ ഒരു ക്ഷീണവും തളർച്ചയുമാണ് നിലവിൽ കുട്ടിക്കുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഈ SAT ആശുപത്രിയിൽ കുട്ടിയോടൊപ്പം തന്നെ മാതാപിതാക്കളും നിലവിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവത്തിന് പിന്നിൽ ആരാണ്, എന്തിനാണ് എന്നുള്ളത് വ്യക്തത വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ അടക്കം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഈ DCP അടക്കം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു സംഘമാണോ അല്ലെങ്കിൽ ഒരാളാണോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ തന്നെ സഹോദരന്റെ മൊഴി അനുസരിച്ച് 2 പേർ കടത്തിക്കൊണ്ടുപോയി അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങേണ്ടതുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല. പക്ഷെ പോലീസിന് ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് വ്യക്തമായി സൂചന ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിലേക്ക് എത്താനുള്ള വഴിയാണ് ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും കുട്ടി SAT ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിൽ തുടരുകയാണ്. നാളെ വരെ ഈ നിരീക്ഷണം തുടരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം. ഉന്മേഷ്. ഹരികൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. മേരിയുടെ മാതാപിതാക്കൾ കേരള പോലീസിന് നന്ദി അറിയിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയും പോലീസിനെ അഭിനന്ദിച്ചു. കുട്ടിയെ കണ്ടെത്തിയപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന് മണ്ണന്തല SHO പറഞ്ഞു. സിറ്റി പോലീസ് ഒന്നാകെ കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ പങ്കാളികളായി. गुम हो गया था, मैं सुबह से कुछ भी नहीं मिला, मेरा बच्चा मिल गया. मेरा केरला पुलिस लेके आया. पुलिस കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ എന്ന് സ്ഥിരീകരിക്കാറായിട്ടില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു പറഞ്ഞു. കുട്ടിയെ കാണാതായതിനു പിന്നിലെ ദുരൂഹത നീക്കാൻ പോലീസ് അന്വേഷണം തുടരുകയാണ്. AV ജയശങ്കർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് തത്സമയം. ജയശങ്കർ, ഈ
ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ ഇനിയുമുണ്ടല്ലോ. ഈ കുട്ടിയെ അത് കിഡ്നാപ്പിംഗ് എന്ന് പോലീസ് ഇപ്പോഴും സ്ഥിരീകരിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ കുട്ടി അവിടെ എങ്ങനെ വന്നു എന്നുള്ള ചോദ്യമുണ്ട്. അത്തരത്തിലൊക്കെ ഉത്തരങ്ങൾ കിട്ടേണ്ട ഒരുപാട് ചോദ്യമുണ്ടല്ലോ. ജയശങ്കർ. തീർച്ചയായും ഉന്മേഷ്, കുട്ടിയെ ഇന്ന് ലഭിച്ചൊരു സ്ഥലം എന്ന് പറയുന്നത് ഒരു കാട് പിടിച്ച പ്രദേശമായിരുന്നു. ഈ കാടിനടിയിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. നേരത്തെ ഹരികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ ഒരു കുട്ടിക്ക് ഒറ്റയ്ക്ക് നടന്നെത്താൻ കഴിയുന്ന ഒരു പ്രദേശമല്ലായിരുന്നു അത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഇവിടെ നിന്നാണ് ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ഈ കുട്ടിയെ കാണാതാകുന്നത്. അതിനുശേഷം ഇന്ന് വൈകിട്ട് 7:15 ഈ ബ്രഹ്മോസിന് സമീപമുള്ള കാട്ടിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തുന്നു. റെയിൽവേ ട്രാക്കുള്ള പ്രദേശമാണ്. ഇതിന്റെ ചുറ്റുവട്ടങ്ങളിൽ വീടുണ്ട്. പക്ഷേ ഇതെല്ലാം മറികടന്നുകൊണ്ട് ഈ കുട്ടിയെ പ്രതികൾ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി എന്ന് കരുതപ്പെടുന്ന ആളുകൾ ഇവിടെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് വളരെ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പ്രദേശത്തെ ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. നേരത്തെ പോലീസ് നായ ചാക്ക ITIയുടെ സമീപത്തുള്ള പ്രദേശത്തേക്കാണ് മണം പിടിച്ചു പോയത്. ഈ പ്രദേശത്തെ ചില വീടുകളിൽ ഉൾപ്പെടെ CCTV ദൃശ്യങ്ങളുണ്ട്. റെസിഡൻസ് അസോസിയേഷനുകളുടെ ദൃശ്യങ്ങളുണ്ട് CCTVയുടെ. ഇതെല്ലാം തന്നെ പോലീസ് നിലവിൽ ശേഖരിക്കുന്നുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് കൃത്യമായി അന്വേഷണം നടത്തി പ്രതികളിലേക്ക് എത്താമെന്ന് തന്നെയാണ് പോലീസിന്റെ ഒരു പ്രതീക്ഷ. നിലവിൽ കൃത്യമായി പറഞ്ഞാൽ കേരള പോലീസിന് പ്രതികളെ സംബന്ധിച്ച ചില ക്ലൂകൾ ലഭിച്ചിട്ടുണ്ട്. ആ ക്ലൂകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ക്രമീകരിച്ചിരിക്കുന്നത്. CCTV ഉൾപ്പെടെയുള്ളത് തന്നെയാണ് പോലീസിന് മുമ്പിലുള്ള ചില തെളിവുകൾ എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം പോലീസ് നടത്തുന്നു. ഈ പകൽ സമയത്ത് ഉൾപ്പെടെ ഈ പ്രദേശത്ത് ആരൊക്കെ എത്തി എന്നുൾപ്പെടെയുള്ള വിഷയങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. കാരണം രാവിലെ ഈ കുട്ടിയെ ലഭിച്ച സ്ഥലത്ത് കാര്യമായ പരിശോധന നടത്തിയ ഘട്ടത്തിൽ കുട്ടിയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ വൈകിട്ട് 5:30ക്കും 7 മണിക്കും ഇടയിലുള്ള ഒരു സമയത്താണ് ഇവിടെ കുട്ടി എത്തിച്ചതെന്നാണ് നിലവിൽ പോലീസിന്റെ പ്രാഥമികമായ ഒരു നിഗമനം. ഈ സമയത്ത് ആരൊക്കെ ഈ വഴി എത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. സമീപവാസികളുടെ ഉൾപ്പെടെ മൊഴി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുന്നുമുണ്ട്. അത്തരത്തിൽ വിപുലമായി പ്രതികളെ പിടികൂടുക എന്നതാണ് കേരള പോലീസിന് മുമ്പിലെ ഇനിയുള്ള ദൗത്യം. അത് തന്നെയാണ് വലിയ വെല്ലുവിളി. കാരണം ഇത്രയും പട്ടാപ്പകൽ സമയത്ത് കുട്ടിയെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് പ്രതികൾ വന്നു. ഓയൂരിന് പിന്നാലെ തലസ്ഥാനത്ത് പോലീസിന് മുക്കിന് താഴെയും സമാനമായ രീതിയിലുള്ള ഒരു തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടാകുന്നു. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച പ്രതികളെ പിടികൂടുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ദൗത്യം. എന്തായാലും പോലീസിന്റെ കയ്യിൽ കൃത്യമായ ക്ലൂകളുണ്ട്. ആ ക്ലൂകളുടെ അടിസ്ഥാനത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതികൾ പിടിയിലാകുമെന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കുന്നത്. ഉന്മേഷ്, ജയശങ്കറാണ് അന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ 10 പ്രതികളുടെയും ജീവപര്യന്തം ഹൈക്കോടതി ശരിവെച്ചു. 2 പ്രതികളെ വെറുതെ വിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കി. അതേസമയം CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനെ വെറുതെ വിട്ട കീഴ്ക്കോടതി വിധി ശരിവെച്ചു. അപ്പീൽ നൽകി 10ാം വർഷത്തിലാണ് ഹൈക്കോടതിയുടെ വിധി വന്നത്. ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ, കൗസറടപ്പകത്ത് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പറഞ്ഞത്. വിചാരണ കോടതി വിധി ശരിവെച്ച ഹൈക്കോടതി തങ്ങളെ വെറുതെ വിടണമെന്ന പ്രതികളുടെ അപ്പീൽ തള്ളി. KK രമയുടെ ഹർജിയിൽ KK കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ട നടപടിയും ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഇവരടക്കം എല്ലാ പ്രതികളും ഈ മാസം 26-ന് കോടതിയിൽ ഹാജരാകണം. ഇവർക്കുള്ള ശിക്ഷ 26-ന് പ്രഖ്യാപിക്കും. പ്രതികളുടെ ശിക്ഷ ഉയർത്തണമെന്ന സർക്കാർ ആവശ്യവും ഹൈക്കോടതി 26-ന് പരിഗണിക്കുന്നുണ്ട്. അതേസമയം CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ഹൈക്കോടതിയും ശരിവെച്ചു. ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായും P. മോഹന്റെ കാര്യത്തിൽ അപ്പീൽ നൽകുമെന്നും KK രമ പ്രതികരിച്ചു. കാരണം പണവും അധികാരവും മാത്രമല്ല, മറിച്ച് നീതി കേൾക്കാൻ ഇവിടെ കോടതികൾ ഉണ്ട് എന്നുള്ളതും കൂടിയാണ്. ബഹുമാനപ്പെട്ട കോടതിയോടുള്ള വിശ്വാസം കൂടിയാണ്. പക്ഷേ ഈ പോരാട്ടം അവസാനിക്കുന്നില്ല. ഇനിയും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ, ഞാൻ തുടക്കത്തിലേ പറയുന്ന ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. ആ ബ്രെയിൻ പുറത്തു വരണം. പ്രതികളായ MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത്, K. ഷിനോജ്, KC രാമചന്ദ്രൻ, ട്രൗസർ മനോജ്, CPIM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദൻ, റഫീഖ് എന്നിവർക്ക് ജീവപര്യന്തം തടവും മറ്റൊരു പ്രതിയായ പ്രദീപന് 3 വർഷം കഠിന തടവുമാണ് 2014-ൽ വിചാരണ കോടതി വിധിച്ചത്. PK കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ മരിച്ചു. S. ശ്രീകാന്ത്, 24, കൊച്ചി.
TP വധക്കേസിൽ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനനെ വെറുതെ വിട്ടതിനെതിരെ RMB സുപ്രീം കോടതിയെ സമീപിക്കും. ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. P. മോഹനൻ അടക്കമുള്ളവരെ വേട്ടയാടാൻ ശ്രമം നടന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. വിധി പൂർണ്ണമായും പഠിച്ച ശേഷം ആവശ്യമെങ്കിൽ പ്രതികരിക്കും എന്നായിരുന്നു P. മോഹനൻ പറഞ്ഞത്. TP കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്ന് RMP സംസ്ഥാന സെക്രട്ടറി N. വേണു പറഞ്ഞു. P. മോഹനനെ വെറുതെ വിട്ടത് ശരിവെച്ച ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും വേണു പറഞ്ഞു. ഒരു പരിധിവരെയെങ്കിലും ഈ CPIMന്റെ നേതാക്കന്മാരായിട്ട് ആളുകളെ ഉൾപ്പെടെ ശിക്ഷ ഉറപ്പുവരുത്താൻ ഇപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞത് തീർച്ചയായും സുപ്രീം കോടതി അതിന്റെ ഏറ്റവും ഉയർന്ന രൂപത്തിലേക്ക് ഞങ്ങൾ ഉന്നയിച്ച ഈ ഏറ്റവും ഉയർന്ന ശിക്ഷയും അതുപോലെ P. മോഹനൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ശിക്ഷ ഉറപ്പുവരുത്താൻ കഴിയുന്ന പോരാട്ടം ഞങ്ങൾ ഇനിയും നിയമപോരാട്ടവും മുന്നോട്ട് പോകും. ഹൈക്കോടതി വിധി പഠിച്ച ശേഷം ആവശ്യമെങ്കിൽ പ്രതികരിക്കുമെന്നാണ് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ പ്രതികരണം. അത് സംബന്ധിച്ചിട്ട് വിധി പകർപ്പൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറയേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ പറയുന്നതായിരിക്കും ഉചിതം. അല്ലാതെ എന്തെങ്കിലും പറയുന്നത് ഒരു ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഔചിത്യം പൂർണ്ണമായിരിക്കില്ല എന്നാണ് കരുതുന്നത്. P. മോഹനനെ വേട്ടയാടാൻ ശ്രമിച്ചപ്പോഴാണ് പാർട്ടി ഇടപെട്ടതെന്നും കേസ് രാഷ്ട്രീയവൽക്കരിക്കാൻ UDF ആണ് ശ്രമിച്ചതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. പാർട്ടി നേതൃത്വത്തിന് നേരെ വലിയ കടന്നാക്രമണം നടത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയപ്പോഴാണ് ഞങ്ങൾ ശരിയായ രീതിയിൽ ആ കേസിൽ ഇടപെടേണ്ടി വന്നത്. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കേസ് നടന്നു പോകുമായിരുന്നു. പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ UDF ആണ് ശ്രമിച്ചത്. അതാണ് കാര്യം. TP കേസിലെ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലീസ് അന്വേഷണത്തെ പ്രശംസിക്കുകയും ചെയ്തു. CPIM ഗൂഢാലോചന അടിവരയിടുന്നതാണ് കോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. 24 കോഴിക്കോട്. വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം പകരാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വയനാട്ടിലെത്തി. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഗവർണറുടെ സന്ദർശനം. മാനന്തവാടി ബിഷപ്പുമായും ഗവർണർ കൂടിക്കാഴ്ച നടത്തി. മരണങ്ങളിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ റിപ്പോർട്ട് തേടി. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പടമലയിലെ അജീഷ്, പാക്കത്തെ പോൾ, കടവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂടക്കൊല്ലിയിലെ പ്രജീഷ് എന്നിവരുടെ വീടുകളിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത്. കാട്ടാനാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കാരേരി കോളനിയിലെ ശരത്തിനെയും ഗവർണർ കണ്ടു. വന്യജീവി ആക്രമണങ്ങളുടെ ഗൗരവം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ബോധ്യപ്പെടുത്തുകയാണ് ഗവർണർ. മാനന്തവാടി ബിഷപ്പ് ഹൗസിലെത്തിയ ഗവർണർ വൈദികരുമായി കൂടിക്കാഴ്ച നടത്തി. രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം അദ്ദേഹത്തെ സ്വീകരിച്ചു. പുൽപ്പള്ളിയിലെ സംഭവ വികാസങ്ങളുടെ പേരിൽ കേസെടുക്കുന്ന നടപടി ഒഴിവാക്കണമെന്ന് ബിഷപ്പ് ആവശ്യപ്പെട്ടു. അക്രമ സംഭവങ്ങൾ ഉണ്ടാവാനുള്ളൊരു കാരണം എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം, ഏതൊരു പ്രശ്നവും ഉണ്ടാകുമ്പോൾ എത്ര വേഗം അതിനകത്ത് അധികാരികൾ ഇടപെടുന്നുവോ അത്രയും പെട്ടെന്ന് വേഗത്തിൽ അത് തീർക്കാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെ ഉണ്ടായത് എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ആ മൃതശരീരം അവിടെ വന്നിട്ടും ഏറെ നേരത്തേക്ക് ആ ബന്ധപ്പെട്ട ജില്ലാധികാരികളാരും അവിടെ എത്തിയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അതിനൊരു കൂട്ടായ നേതൃത്വം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സമരത്തിനോ പ്രക്ഷോഭത്തിനോ ഒന്നും. നാളെ 3 മന്ത്രിമാർ അടങ്ങും സംഘം വയനാട്ടിലെത്തും. കലക്ടറേറ്റിന് മുന്നിൽ നാളെ രാവിലെ നടക്കുന്ന UDFന്റെ രാപ്പകൽ സമരം K. മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്യും. 24 വയനാട്. വയനാട് പുൽപ്പള്ളിയിലെ അക്രമ സംഭവങ്ങളിൽ കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാൻ പോലീസ് മേഖലയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. കേസെടുക്കുന്നത് പൊതുമുതൽ നശിപ്പിച്ചതിനാണെന്ന് മന്ത്രി AK ശശീന്ദ്രനും കേസുകൾ പിൻവലിക്കണമെന്ന് K. മുരളീധരൻ MPയും ആവശ്യപ്പെട്ടു. ഹർത്താലിനിടെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ 100ഓളം പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. 2 അറസ്റ്റുകളുണ്ടായി. വന്യമൃഗശല്യത്തിൽ രാഷ്ട്രീയം കാണരുതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കേസെടുത്തത് പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേരിലാണ്. അക്രമാസക്തമായ സമരം ഉണ്ടാകുമ്പോൾ പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും. പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്ന് K. മുരളീധരൻ MP ആവശ്യപ്പെട്ടു. വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നില്ല സർക്കാരിന്. എന്നാൽ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ കേസിൽ പ്രതികളാക്കുന്നത് ഇതാദ്യത്തെ ഒരു സംഭവം. പുൽപ്പള്ളിയിലെ സംഭവങ്ങളിൽ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ഇതിനുശേഷമാകും കൂടുതൽ പേർക്കെതിരെ കേസെടുക്കുക. 24 വയനാട്.
പുൽപ്പള്ളിയിലെ സംഘർഷത്തിന് പിന്നിൽ ലോഹയിട്ട ചിലരാണെന്ന ബി ജെ പി ജില്ലാ പ്രസിഡന്റ് KP മധുവിന്റെ ആരോപണം തള്ളി സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. KP മധു പറഞ്ഞതിനോട് പാർട്ടിക്ക് വിയോജിപ്പുണ്ട്. പ്രസ്താവന തെറ്റിപ്പോയെന്നും KP മധു മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്നും K സുരേന്ദ്രൻ പ്രതികരിച്ചു. പാർട്ടിയുടെ നിലപാടല്ല. ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ആ നിലപാട് ഖേദം പ്രകടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അദ്ദേഹം പാർട്ടിയുടെ നിലപാടല്ല, തിരുത്തും. ആ നിലപാട് തിരുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അതനുസരിച്ച് അത് തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ മനഃപൂർവ്വം ഒന്നും പറയാൻ സാധ്യതയില്ല. കാരണം എന്തായാലും ആ പരാമർശം അനുചിതമായി പോയി, തെറ്റായി പോയി. ആ കാര്യത്തിൽ പാർട്ടിക്ക് ശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ട്. അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ട്. വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ ആളക്കൊല്ലി കാട്ടാന ബേലൂർ മക്കനെ പിടികൂടാനുള്ള ദൌത്യം 9ാം ദിവസവും ഫലം കണ്ടില്ല. നിലവിൽ നാഗർകോള വനമേഖലയിലാണ് ആനയുള്ളത്. വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള മയക്കുവെടി സംഘം വനത്തിനുള്ളിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 13 സംഘങ്ങളായാണ് കർണാടക, കേരള വനംവകുപ്പുകൾ ആനയെ നിരീക്ഷിക്കുന്നത്. ഒരു ദിവസം 27 കിലോമീറ്ററിലധികം ദൂരമാണ് ദൌത്യസംഘം ആനയ്ക്കൊപ്പം വനത്തിൽ സഞ്ചരിക്കുന്നത്. വയനാട് പുൽപ്പള്ളിയിൽ പശുവിനെ കൊന്ന കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെ കടുവയെ മയക്കുവെടി വയ്ക്കാനുള്ള ദൌത്യം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു. കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ ദൌത്യം പുനരാരംഭിക്കും. വെറ്റിനറി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കടുവയെ മയക്കുവെടി വയ്ക്കാൻ പുൽപ്പള്ളിയിലെത്തിയത്. രാവിലെ കടുവയുടെ സാന്നിധ്യം പ്രദേശത്ത് സ്ഥിരീകരിച്ചിരുന്നു. ഞാൻ ഇന്ന് രാവിലെ ആയിരുന്നു 9:15 കഴിഞ്ഞപ്പോൾ അവിടെ തുണി വിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഭാഗത്തുനിന്ന് ക്രോസ് ചെയ്ത് പോകുന്നതായിരുന്നു കണ്ടത്. അത്യാവശ്യം വലിപ്പമുള്ളതാണല്ല. അപ്പം തന്നെ ഹസ്ബൻഡിനെ ഞാൻ വിളിച്ചത്. ചേട്ടനും പിന്നെ ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. ഫോറസ്റ്റുകാരൊക്കെ വന്നായിരുന്നു. പുൽപ്പള്ളി 56 കവലയിലും ആശ്രമംകൊല്ലിയിലും RRT സംഘം തെരച്ചിൽ നടത്തി. കടുവയുടെ കാൽപ്പാടുകൾ അവ്യക്തമായതിനാൽ ദൗത്യം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു. 4 മണിക്ക് കടുവനെ കണ്ടു. വിളിച്ചിട്ട് ആരും വന്നില്ല. ആരും വരില്ല. അല്ല, ഇന്നിപ്പോൾ തെരച്ചിൽ നടത്തി. പക്ഷേ ആ പാവങ്ങൾ ഞാൻ തെറ്റാനും മേടിക്കാൻ വേണ്ടി പൈസ ഞാൻ കൊടുത്തു. 50 രൂപ എടുത്ത് കൊടുത്തു. ഒരു ഇതുകൂടും ഇല്ലാതെ വന്ന് ഇവർ ഒരു വെപ്പൺസ് ഇല്ലാതെ വന്നു. അങ്ങനെയാണ് വരണ്ടേ? അതല്ല, അവർക്ക് എന്തെങ്കിലും നമുക്ക് നമ്മുടെ ഈ ഫോറസ്റ്റ് ഓഫീസർമാർക്ക് അല്ലെങ്കിൽ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും വെപ്പൺസ് കൊടുക്കാനുള്ള ഒരു ആദ്യം നിങ്ങൾ അതാ ചെയ്യേണ്ടേ. പ്രദേശത്ത് വളർത്തുമൃഗങ്ങളെ കൊന്ന കടുവയെ വെടിവെക്കാൻ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അനുമതി ലഭിച്ചത്. സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ ഉടൻ മയക്കുവെടി വയ്ക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. 24 വയനാട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഭീതി വിതച്ച് വീണ്ടും വന്യമൃഗങ്ങൾ. മൂന്നാർ ടൗണിൽ കാട്ടുപോത്തിറങ്ങി. മലയാറ്റൂർ കുരിശുമുടി പാതയിൽ കാട്ടാനക്കൂട്ടം. പെരുവണ്ണാമൊഴിയിൽ ആനയെ ഓടിക്കുന്നതിനിടെ പടക്കം പൊട്ടി ഫോറസ്റ്റ് വാച്ചർക്ക് പരിക്കേറ്റു. വന്യമൃഗങ്ങൾ നാട്ടിൽ ഇറങ്ങുന്നത് തടയാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോട് ചേർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാട്ടുപോത്തിറങ്ങിയത്. ജനങ്ങളെ ഭീതിയിലാഴ്ത്തി ഒറ്റക്കൊമ്പനെന്ന കാട്ടാന മൂന്നാർ ടൗണിലും ഇറങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കാട്ടുപോത്തിന്റെയും സാന്നിധ്യം. മലയാറ്റൂർ കുരിശുമുടിപ്പാതയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. പ്രദേശത്ത് കാട്ടാനകളുടെ ശല്യം രൂക്ഷമാണെന്നും പരാതിയുണ്ട്. പെരുവണ്ണാമൂഴിയിൽ ആനയെ ഓട്ടിക്കുന്നതിനിടെ പടക്കം പൊട്ടി ഫോറസ്റ്റ് വാച്ചർക്ക് പരിക്കേറ്റു. കോഴിക്കോട് കക്കയം ഫോറസ്റ്റ് സ്റ്റേഷനിലെ താൽക്കാലിക വാച്ചർ സുനിലിലാണ് പരിക്കേറ്റത്. വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ വനം വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 24 കൊച്ചി. ഫ്രണ്ട് ന്യൂസിലേക്ക് തിരികെ. കർഷക നേതാക്കളും കേന്ദ്രമന്ത്രിമാരും തമ്മിലുള്ള 4ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടു. താങ്ങുവിലയിൽ ഉൾപ്പെടെ സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാൾ പറഞ്ഞു. 23 വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കണം. സമരക്കാർ ഈ മാസം 21 വരെ ശംഭു അതിർത്തിയിൽ തുടരും. അതിനുള്ളിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഡൽഹിയിലേക്ക് നീങ്ങുമെന്ന് ജഗ്ജിത് സിംഗ് ദല്ലേവാൾ 24 പറഞ്ഞു. നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കർഷക സംഘടനകളും കേന്ദ്ര സർക്കാരും നടത്തിയ 4ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കർഷക സംഘടനകൾക്ക് മുമ്പാകെ വെച്ച നിർദ്ദേശത്തിൽ വഴങ്ങേണ്ടതില്ല എന്നാണ് കർഷക സംഘടനകളുടെ തീരുമാനം. ഇന്ന് ശംഭുവിൽ കർഷക സംഘടനകൾ സംയുക്തമായി കൂടി ചർച്ചകൾ നടത്തി. അതിനുശേഷം നിലപാട് കേന്ദ്ര സർക്കാർ മുമ്പാകെ അറിയിച്ചിരിക്കുകയാണ്. 23 വിളകൾക്കും MSP ഉറപ്പാക്കണം എന്ന നിലപാടാണ് കർഷക സംഘടനകൾ സ്വീകരിച്ചത്. സ്വാഭാവികമായിട്ടും ശംഭു അതിർത്തിയിലെ സമരം തുടരും. അതേസമയം തന്നെ ഇന്നും നാളെയും ശംഭു അതിർത്തിയിൽ സമാധാനപരമായി സമരം തുടരും. സർക്കാർ മുമ്പാകെ തന്നെ സമയം അനുവദിച്ചിരിക്കുകയാണ്. നാളെ വൈകിട്ടകം തന്നെ സർക്കാർ നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ എന്തായാലും ഡൽഹിയിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം. അതിന്റെ ഭാഗമായി 21-ന് ഡൽഹി ചലോ മാർച്ച് ശംഭുവിൽ നിന്ന് തുടരുമെന്നാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കിയത്. കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാൾ 24നോട് ഇത് വ്യക്തമാക്കി.
ये प्रपोजल रद्द करने का आप रीज़न पूछ रहे हो, मैंने पीसी में भी यही बात बोली है कि भाई इस प्रपोजल में जो अंदर बात हमारे माननीय मंत्री जी कह रहे थे उसका और बाहर आकर बोलने में काफ़ी अंतर था। अंदर उन्होंने कहा था कि पूरे देश की दालें खरीदेंगे, पूरे देश का मक्का खरीदेंगे, पूरे देश के लोगों का नरमा खरीदा जाएगा। 3 തരം പരിപ്പ്, പരുത്തി, ചോള എന്നിവയ്ക്ക് MSP ഉറപ്പാക്കുന്നതായിരുന്നു കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശം. അതിൽ വഴങ്ങേണ്ടതില്ല എന്ന് തന്നെ തീരുമാനിച്ചു. മാത്രവുമല്ല 23 വിളകൾക്ക് MSP ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ മറ്റു ചില ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ മുമ്പാകെ തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കർഷക സംഘടനകൾ അത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ലഖിംപൂർ ഖേരിയിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കുക, അതോടൊപ്പം തന്നെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക, അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇതിൽ നിലപാട് വ്യക്തമാക്കും വരെ ശംഭു അതിർത്തിയിൽ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. ഇന്ന് ശംഭു അതിർത്തിയിൽ പഞ്ചാബിൽ നിന്നുള്ള കൂടുതൽ ട്രാക്ടറുകളുമായി കർഷകർ ഇവിടെ എത്തി. കർഷകർ ഇപ്പോഴും ശംഭു അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുകയാണ്. എന്തായാലും സമരം തുടരുന്നത് കേന്ദ്ര സർക്കാർ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. രമ്യമായി പരിഹരിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് പുതിയ നിർദ്ദേശവും മുന്നോട്ട് വെച്ചത്. അതിലും വഴങ്ങേണ്ടതില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ എന്താണ് കേന്ദ്ര സർക്കാർ ഇനി സമരത്തെ ഏത് വിധേനയാകും നേരിടുക എന്നതും ചോദ്യമാണ്. എന്തായാലും സമരം ശക്തമായി തുടരും. അതിന്റെ മുന്നറിയിപ്പ് തന്നെയാണ് ഇന്നിപ്പോൾ കർഷക സംഘടനാ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശംഭു അതിർത്തിയിൽ നിന്ന് സന്ദീപ് മാലിക്കിനൊപ്പം നിതിൻ അംബുജൻ, 24. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിന് എതിരായ ഹർജി പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തിയെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. ഹർജി പിൻവലിച്ചാൽ 13,600 കോടി രൂപയുടെ വായ്പയ്ക്ക് അനുമതി നൽകാം എന്നായിരുന്നു വാഗ്ദാനം എന്നാണ് വെളിപ്പെടുത്തൽ. ചർച്ച വഴിമുട്ടിയ സാഹചര്യത്തിൽ മെയ് 6 കേസിൽ വാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. കടമെടുപ്പ് പരിധി വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും കൊമ്പുകോർക്കുന്ന കാഴ്ചയാണ് ഇന്നും സുപ്രീം കോടതിയിൽ കണ്ടത്. ചർച്ചയ്ക്കെത്തിയ തങ്ങളോട് സമ്മർദ്ദം ചെലുത്താൻ കേന്ദ്രം ശ്രമിച്ചതായി കേരളം ആരോപിച്ചു. ഹർജി പിൻവലിച്ചാൽ 13,600 കോടി രൂപ വായ്പാ അനുമതി നൽകാം എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത്. കേന്ദ്രത്തിന്റെ സമീപനം ചർച്ചകൾ പ്രസക്തമല്ലെന്ന് ബോധ്യപ്പെടുത്തിയതായി സംസ്ഥാനം വ്യക്തമാക്കി. ചർച്ചയും കേസും ഒരുമിച്ച് പോകില്ലെന്നായിരുന്നു കേന്ദ്രത്തിന്റെയും നിലപാട്. അടിസ്ഥാനമില്ലാത്ത അവകാശങ്ങളാണ് സംസ്ഥാനത്തിന്റേത്. വിശദമായ വാദം കേട്ടാൽ ഇക്കാര്യമെല്ലാം വ്യക്തമാക്കാമെന്നും സോളിസിറ്റർ ജനറൽ പറഞ്ഞു. കേസിൽ അടിയന്തരവാദം കേൾക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു. മാർച്ച് 6-നും ആവശ്യമെങ്കിൽ 7-നും കേസ് പരിഗണിക്കും. ആ ഘട്ടത്തിനുള്ളിൽ ചർച്ചകളിലൂടെ സമവായം സാധ്യമാണോ എന്ന സാധ്യത വീണ്ടും പരിശോധിക്കുവാനും ഇരുകക്ഷികളോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഗതാഗത വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബിജു പ്രഭാകറിനെ മാറ്റി വ്യവസായ വകുപ്പിലേക്കാണ് മാറ്റം. ഗതാഗത വകുപ്പിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. വിശദാംശങ്ങളുമായി ഇപ്പോൾ ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗതാഗത വകുപ്പിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഉണ്ടായിരുന്ന പുതിയ തർക്കങ്ങൾ, അതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അടിവരയിട്ട് തെളിയിക്കുന്നതാണ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ്. അതായത് ഗതാഗത വകുപ്പ് സെക്രട്ടറി എന്ന ബിജു പ്രഭാകറിനെ ഗതാഗത വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. റോഡ് ഗതാഗതത്തിൽ നിന്നാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. പകരം റെയിൽവേ, മെട്രോ, ഏവിയേഷൻ എന്നിവയുടെ അധിക ചുമതല ബിജു പ്രഭാകരൻ ഉണ്ടായിരിക്കും. നിലവിലിപ്പോൾ വ്യവസായ വകുപ്പ് സെക്രട്ടറിയായിട്ട് ബിജു പ്രഭാകരനെ മാറ്റി നിയമിച്ചിട്ടുണ്ട്. റോഡ് ഗതാഗതത്തിന്റെ അധിക ചുമതല കെ വാസുവിക്കാണ് നൽകിയിട്ടുള്ളത്. ലേബർ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ലേബർ വകുപ്പ് സെക്രട്ടറി ആയിട്ടും വാസുവിക്ക് മാറ്റമുണ്ട്. അർജുൻ പാണ്ഡ്യൻ പുതിയ ലേബർ കമ്മീഷണർ ആവുകയും ചെയ്യും. നേരത്തെ നമുക്കറിയാം, അതായത് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായുള്ള അതിർത്തിയുടെ പുറത്തായിരുന്നു ഈ പറയുന്ന ഗതാഗത വകുപ്പ് സെക്രട്ടറി ഈ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. ആ കത്തിൽ പറഞ്ഞിരുന്നത് തന്നെ ആ ചുമതലയിൽ നിന്ന് മാറ്റണം എന്നുള്ളത്. അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ പരിഗണിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള അതൃപ്തി, അതടക്കമുള്ള കാര്യങ്ങൾ മറനീക്കി പുറത്തു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഉത്തരവിൽ വെളിവാകുന്ന കാര്യം. ഷഫീദ് റാവുത്തർ, തിരുവനന്തപുരത്ത്. കണ്ണൂർ മട്ടന്നൂരിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. പ്രതിഷേധക്കാരെ വെല്ലുവിളിച്ച് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണർ രോഷം പ്രകടിപ്പിച്ചു. സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് ഗവർണർ വിമർശിച്ചു. കണ്ണൂരിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. തുടർച്ചയായ 2ാം ദിവസമാണ് മട്ടന്നൂരിൽ ഗവർണർക്ക് നേരെ SFIയുടെ പ്രതിഷേധം. വയനാട് സന്ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു SFI പ്രതിഷേധം. സ്ഥലത്ത് നേരത്തെ തന്നെ വൻ പോലീസ് സംഘത്തെ വിന്യസിച്ചിരുന്നു. ഗവർണർ എത്തുന്നതിന് 15 മിനിറ്റ് മുൻപ് പ്രകടനമായി എത്തിയ SFI പ്രവർത്തകർ സ്ഥലത്ത് സംഘടിച്ചു. എന്നാൽ പ്രതിഷേധക്കാരെ പോലീസ് നീക്കം ചെയ്തില്ല. പകരം ഇവർക്കു ചുറ്റും പോലീസ് വലയം തീർത്തു. 3:40 ഗവർണറുടെ വാഹനവ്യൂഹം മട്ടന്നൂർ നഗരത്തിലേക്ക്. ഇതോടെ പോലീസ് വലയം ഭേദിച്ച് SFI പ്രവർത്തകർ പ്രതിഷേധവുമായി ഗവർണറുടെ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തു.
വാഹനത്തിന് മുന്നിൽ കയറിയും പ്രവർത്തകരുടെ പ്രതിഷേധം. ഇതോടെ വാഹനം നിർത്തി ഗവർണർ പുറത്തിറങ്ങി. പോലീസിനും SFI പ്രവർത്തകർക്കും നേരെ ഗവർണറുടെ രോഷപ്രകടനം. എവിടെ പ്രതിഷേധിച്ചാലും പുറത്തിറങ്ങി നേരിടുമെന്ന് ഗവർണർ. വാഹനത്തിൽ കയറണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചെങ്കിലും ഗവർണർ വഴങ്ങിയില്ല. പത്ത് മിനിറ്റിന് ശേഷമാണ് ഗവർണർ വാഹനത്തിൽ കയറി വിമാനത്താവളത്തിലേക്ക് തിരിച്ചത്. പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ ആരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടില്ല. തിരുവനന്തപുരത്തെത്തിയ ഗവർണർ SFIയും PFIയും ചേർന്നാണ് തന്നെ തടയുന്നതെന്ന് ആരോപിച്ചു. One thing should be clear in their mind. I am not going to be frightened. I believe in facing the brutes. This is not only SFI. They have recruited the PFI volunteers, and if they want to do any violence. 24 കണ്ണൂർ. തെരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കിയ വിധിക്ക് പിന്നാലെ സുപ്രീം കോടതിയെ പരോക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നത്തെ കാലത്താണ് കുചേലൻ അവിൽപ്പൊതി നൽകിയതെങ്കിൽ ശ്രീകൃഷ്ണൻ അഴിമതിക്കാരനായി ആരോപിക്കപ്പെടുമെന്ന് നരേന്ദ്രമോദിയുടെ വിമർശനം. ഉത്തർപ്രദേശിലെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ഉച്ചകോടിയിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും പൗരന്റെ വിവരാവകാശ ലംഘനമാണെന്നും സുപ്രീം കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. एक पोटली में चावल देते, वीडियो निकल आती, सुप्रीम कोर्ट में पीआईल हो जाती और जजमेंट आता कि भगवान कृष्ण को भ्रष्टाचार में कुछ दिया गया और भगवान कृष्ण भ्रष्टाचार कर रहे थे. इस व्यक्त में हम जुगर रहे और इससे अच्छा है कि आपने भावना प्रकट की और कुछ दिया नहीं. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തിന്റെ നേട്ടങ്ങളെപ്പറ്റി പറയാൻ ഒന്നുമില്ലെന്ന് രമേശ് ചെന്നിത്തല. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെ പോരാട്ടം വർഗീയതയ്ക്കെതിരെയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. 10 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം രാജ്യത്തെ തകർത്ത്, ജനങ്ങളെ തകർത്ത് മുന്നോട്ട് പോകുന്നു. 10 വർഷത്തിൽ ഒരിക്കൽ പോലും നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. കാരണം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ നേരിടാൻ അദ്ദേഹം അശക്തനാണ്. ഇന്ന് ഭാരതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്ന വർഗീയത ആളിക്കത്തിക്കുന്ന ശ്രമങ്ങളാണ്. വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ പറയാനില്ലാത്തതുകൊണ്ട് ഇവിടെ വർഗീയ വികാരങ്ങൾ ആളിക്കത്തിച്ച് ജയിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഫ്രണ്ട് ന്യൂസിലേക്ക് തിരികെ. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിലെ ബാലറ്റ് പേപ്പറുകൾ സുപ്രീം കോടതി നേരിട്ട് പരിശോധിക്കും. 8 വോട്ടുകൾ അസാധുവാക്കാൻ റിട്ടേണിംഗ് ഓഫീസർ കൃത്രിമം കാണിച്ചുവെന്ന ആം ആദ്മി പാർട്ടിയുടെ പരാതിയിലാണ് നടപടി. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ബാലറ്റ് പേപ്പറുകൾ പരിശോധിക്കുക. ജനാധിപത്യത്തിന് വലിയ അപമാനമാണ് ഉണ്ടായതെന്ന് റിട്ടേണിംഗ് ഓഫീസറെ വിളിച്ചുവരുത്തി സുപ്രീം കോടതി വിമർശിച്ചു. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ രൂക്ഷ വിമർശനങ്ങളാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. ഇന്ന് കോടതിക്ക് മുന്നിലെത്തിയ റിട്ടേണിംഗ് ഓഫീസർ വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചു. റിട്ടേണിംഗ് ഓഫീസറുടെ വാദങ്ങളെ തള്ളിക്കളഞ്ഞ് സുപ്രീം കോടതി പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് വ്യക്തമാക്കി. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്താനുള്ള സാധ്യതകൾ സുപ്രീം കോടതി ആരാഞ്ഞു. ഇതിനു മുന്നോടിയായി നാളെ ഹൈക്കോടതിയുടെ കസ്റ്റഡിയിലുള്ള ബാലറ്റുകൾ സുപ്രീം കോടതിയിൽ എത്തിക്കണം. ഉച്ചയ്ക്ക് 2 മണിക്ക് ബാലറ്റ് പേപ്പറുകൾ സുപ്രീം കോടതി പരിശോധിക്കും. സംഭവിച്ച വീഴ്ചയുടെ വ്യാപ്തി എത്രത്തോളമാണെന്ന് നിജപ്പെടുത്താനാണ് ബാലറ്റ് പേപ്പറുകൾ ജുഡീഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിൽ എത്തിച്ച് പരിശോധിക്കുന്നത്. അതിനുശേഷം ഇക്കാര്യത്തിൽ പുതിയ തെരഞ്ഞെടുപ്പടക്കമുള്ള കാര്യങ്ങളിൽ ഉത്തരവ് പുറപ്പെടുവിക്കും. മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നത് ഗുരുതരമായ വീഴ്ചയാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. അതേസമയം ചണ്ഡീഗഡിൽ 3 ആം ആദ്മി അംഗങ്ങൾ BJPയിൽ ചേർന്നു. BJP നേതാവ് അരുൺ സൂദാണ് ഇക്കാര്യം അറിയിച്ചത്. സുപ്രീം കോടതി മേയർ തെരഞ്ഞെടുപ്പ് കേസ് പരിഗണിക്കുന്നതിന് മുന്നോടിയായി ഇന്നലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട മനോജ് സോങ്കർ രാജിവെച്ചിരുന്നു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായില്ല. സമൻസ് അവഗണിക്കുന്നതിന് എതിരെ നൽകിയ പരാതിയിൽ കോടതി വിധി പറയും വരെ കാത്തിരിക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ ഇഡിയോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ കൈകടത്തൽ മൂലം ഡൽഹിയിൽ ഭരണഘടനാ പ്രതിസന്ധിയുണ്ടെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. ഡൽഹി മദ്യനയ അഴിമതി കേസിലെ തുടർച്ചയായ 6ാമത്തെ സമൻസാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അവഗണിച്ചത്.
ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കോടതി സ്വമേധയാ നടപടി എടുക്കുമെന്നുമാണ് ഇ ഡി കരുതുന്നത്. കോടതിയുടെ തീരുമാനം വരും വരെ ഇ ഡി കാത്തുനിൽക്കണമെന്നും തുടരെ സമൻസുകൾ അയക്കരുതെന്നും केजरीवाल. जो भी कानून संगत है वो हम जवाब दे रहे हैं. अब तो उन्होंने केस कर दिया है, कोर्ट में केस है, उसके नतीजे जो आएंगे उसका इंतजार करना चाहिए ईडी को. कोई भी फ्रेश समन जारी करने के लिए ഡൽഹിയിൽ ഗുരുതരമായ ഭരണഘടനാ പ്രതിസന്ധിയുണ്ടെന്നും കേന്ദ്ര സർക്കാരിന്റെ ഭീഷണി കാരണം ജോലിയെടുക്കാൻ കഴിയുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ പരാതി പറഞ്ഞതായും केजरीवाल നിയമസഭയിൽ ആരോപിച്ചു. और इस सारी के पीछे कौन है? इस सब के पीछे बीजेपी है. बीजेपी दिल्ली वालों से नफरत करती है. दिल्ली वाले दुखी होते हैं, बीजेपी में खुशी की लहर दौड़ जाती है. दिल्ली वाले दुखी हैं. വിഷയത്തിൽ ഇടപെടണമെന്ന് ഡൽഹി സർക്കാർ ലഫ്റ്റനന്റ് ഗവർണറോട് ആവശ്യപ്പെട്ടു. സമൻസിൽ നിന്നും ഒളിച്ചോടുന്നതിലൂടെ केजरीवाल കോഴ വാങ്ങിയെന്ന് വ്യക്തമായതായി സംസ്ഥാന BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ പ്രതികരിച്ചു. 24 ഡൽഹി. കിഫ്ബി മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം പരിശോധിക്കുന്ന ഇ ഡിയുടെ സമൻസ് പ്രകാരം മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കും കിഫ്ബി സിഇഒയും ഹാജരാകില്ല. തോമസ് ഐസക്കും കിഫ്ബിയും ഇക്കാര്യം ഹൈക്കോടതി അറിയിച്ചു. ഹാജരാകുമോ എന്ന കാര്യം അറിയിക്കണമെന്ന കോടതിയുടെ നിർദ്ദേശത്തിനാണ് തോമസ് ഐസക്കിന്റെ മറുപടി. DGM ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഹാജരാകുമെന്ന് കിഫ്ബി മറുപടി നൽകി. ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെതിരെ കേസില്ലെന്നും അറസ്റ്റ് ചെയ്യില്ലെന്നും ഇ ഡി ഹൈക്കോടതി അറിയിച്ചു. ചോദ്യം ചെയ്യൽ വീഡിയോ ക്യാമറയിൽ ചിത്രീകരിക്കുമെന്നും ഇ ഡി അറിയിച്ചു. മസാല ബോണ്ടിലെ നിയമലംഘനം സംബന്ധിച്ച് തോമസ് ഐസക്കിന് എല്ലാ വിവരങ്ങളും അറിയാം എന്നായിരുന്നു ഇ ഡിയുടെ വാദം. തോമസ് ഐസക്കിന്റെ കൈവശം രേഖകൾ ഇല്ലെന്നും രേഖകൾ കിഫ്ബിയുടെ കൈവശമാണെന്നും തോമസ് ഐസക്കിന്റെ അഭിഭാഷകൻ അറിയിച്ചു. സംസ്ഥാനത്ത് താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നാളെയും 6 ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയുണ്ട്. എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. കഴുത്തിലുണ്ടായിരുന്ന ഷാൾ ഗ്രൈൻഡറിൽ കുരുങ്ങി യുവതിക്ക് ദാരുണാന്ത്യം. പാലക്കാട് മിറ്റ്നയിൽ വിജയമന്ദിരത്തിൽ രജിതയാണ് മരിച്ചത്. ഹൈറിച്ച് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളും സ്ഥാപന ഉടമകളുമായ KD പ്രതാപനും ഭാര്യ ശ്രീനയും ഇ ഡിക്ക് മുന്നിൽ ഹാജരായി. ഇരുവരുടെയും ചോദ്യം ചെയ്യൽ കൊച്ചിയിൽ ഇ ഡി ഓഫീസിൽ നടന്നു. 1630 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നു എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫ് തന്നെ CPIM സ്ഥാനാർത്ഥിയായേക്കും. അംഗീകാരം നൽകി ജില്ലാ കമ്മിറ്റി. CPIM ആലപ്പുഴ, ഹരിപ്പാട് ഏരിയ കമ്മിറ്റികൾക്ക് പുതിയ സെക്രട്ടറിമാർ. കഴിഞ്ഞ സമ്മേളന സമയത്ത് മത്സരിച്ച് തോറ്റവരെ കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ നിന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് വിട്ടുനിന്നേക്കും. ഉത്തർപ്രദേശിലെ സീറ്റ് വിഭജനം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് അഖിലേഷ് യാദവ്. കോൺഗ്രസിന് മുസ്ലിം ലീഗിനുമെതിരെ INL. കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ സമീപനമെന്നും ലീഗിന് ED പേടിയാണെന്നും INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ. രാമക്ഷേത്ര വിഷയത്തിൽ സാദിഖ് അലി തങ്ങളുടെ നിലപാട് തറ രാഷ്ട്രീയമെന്ന് INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ MLA. കണ്ണൂർ സർവകലാശാലയിലെ പ്രിയ വർഗീസിന്റെ നിയമനം സംബന്ധിച്ച കേസ് പരിഗണിക്കുന്നത് സുപ്രീം കോടതി മാറ്റി. 4 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ പ്രിയ വർഗീസിന് അനുമതി. ആർട്ടിക് ജയിലിൽ വെച്ച് മരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവായിരുന്ന അലക്സി നവൽനിയുടെ മൃതദേഹത്തിൽ തലയിലും നെഞ്ചിലും ചതവുകൾ കണ്ടെത്തിയതായി റഷ്യൻ ദിനപത്രമായ നൊവയ ഗസറ്റ യൂറോപ്പ്. നവൽനിയുടെ മൃതദേഹം ഇനിയും കുടുംബത്തിന് കൈമാറാൻ റഷ്യൻ അധികൃതർ തയ്യാറാകാത്തത് കൊലപാതകം മറച്ചുവെക്കാനാണെന്ന് നവൽനിയുടെ അഭിഭാഷകൻ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ സമനില കൊണ്ട് തൃപ്തിപ്പെട്ട് കേരളം. 2ാം ഇന്നിംഗ്സിൽ ആന്ധ്രയുടെ അവസാന വിക്കറ്റ് എടുക്കാൻ കേരളത്തിനാകാതെ വന്നതോടെ കേരളത്തിന്റെ ഇന്നിംഗ്സ് ജയം കൈവിട്ടു. കേരളത്തിന്റെ 514 റൺസ് പിന്തുടർന്ന ആന്ധ്ര ആദ്യ ഇന്നിംഗ്സിൽ 272 റൺസിന് പുറത്തായിരുന്നു. ഫോളോ ഓൺ ചെയ്യിപ്പിച്ച കേരളം ആന്ധ്രയെ വരിഞ്ഞു മുറുക്കിയെങ്കിലും അവസാന വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിന്റെ ക്വാർട്ടർ ഫൈനൽ സാധ്യതകൾ നേരത്തെ തന്നെ അവസാനിച്ചിരുന്നു. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.